ഈ ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുമാന സാധ്യതയുള്ളതും ഹൈ ഡിമാൻഡും ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലോഗോ ഡിസൈൻ എന്ന് പറയുന്നത്. ഓരോ ബിസിനസ്സിനെയും വേറിട്ട രീതിയിൽ തിരിച്ചറിയാനാണ് ലോഗോസ് ഉപയോഗിക്കുന്നത്. ലോഗോ എന്നത് ബിസിനസ്സിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കൂടെയാണ്. നിങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 5 ടൈപ്പ് ലോഗോ ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് വേർഡ് മാർക്കാണ്, അതായത് ടെക്സ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഗൂഗിള്, അതുപോലെ കൊക്കക്കോള, ഇതിൻ്റെയൊക്കെ ലോഗോ ഉണ്ടല്ലോ, അതേപോലത്തെ ലോഗോ. രണ്ടാമത്തത് ലെറ്റർ മാർക്കാണ്, അതായത് ഈ ഇനീഷ്യൽ ലെറ്റേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ CNN, IBN ഇത്തരത്തിലുള്ള ലോഗോസ് ഒക്കെ കാണാറുണ്ടാവുമല്ലോ. ഇനി മൂന്നാമത്തത് ഈ സിംബൽസും അതുപോലെ തന്നെ ഐക്കൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലോഗോസ്, അതായത് ചിത്രത്തിന്റെ രൂപത്തിലുള്ള ലോഗോസ്. നമ്മൾ ഈ ആപ്പിള്, അതുപോലെ തന്നെ ഈ ട്വിറ്ററിന്റെ പഴയ ലോഗോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലോഗോസ് ആണ് അതിൽ വരുന്നത്. നാലാമത്തത് കോമ്പിനേഷൻ ലോഗോസ് ആണ്, അതായത് ഈ ടെക്സ്റ്റിന്റെയും ഐക്കൺസ് ഒക്കെ വരുന്ന കോമ്പിനേഷൻ ആണ്. നമ്മൾ ഈ അഡിഡാസിന്റെ ഒക്കെ ലോഗോസ് നിങ്ങൾ കാണുമ്പോൾ അറിയാം. അഞ്ചാമത്തത് എംബ്ലം ടൈപ്പ് ആണ്, അതായത് ഈ ബാഡ്ജ് സ്റ്റൈലിൽ വരുന്ന ലോഗോസ്. നിങ്ങൾ ഈ സ്റ്റാർബക്സിന്റെ ലോഗോ നോക്കിയാൽ അറിയാം, അത് ഈ എംബ്ലം ടൈപ്പ് ലോഗോ ആണ്. ഇനി നിങ്ങൾ ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സിംപ്ലിസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ മെമ്മറബിലിറ്റി ആണ്, അതായത് ആ ഒരു ലോഗോ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഓർക്കാൻ കഴിയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈംലെസ്നെസ് കൂടിയായിരിക്കണം, അതായത് എത്ര കാലം കഴിഞ്ഞാലും ശരി ആ ഒരു ലോഗോ കാണുന്ന സമയത്ത് ഒരു പുതുമയുള്ളതുപോലെ തോന്നണം. ഡിസൈനിങ്ങിൽ ബിഗിനർക്ക് ലളിതമായിട്ടുള്ള ലോഗോസ് വഴി നല്ല ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം ഡിസൈൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ലോഗോസിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.